ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ദോശയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ദോശയാണ്. അപ്പോൾ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കടലയ്ക്ക് 1 കപ്പ് പച്ചരി വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. ഇപ്പോൾ കടല വെള്ളത്തിയിട്ടിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചരിയും 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരിയും കടലയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആദ്യം കടലയാണ് അരച്ചെടുക്കുന്നത്. പച്ചരിയും കടലയും കൂടെ നമുക്ക് ഒപ്പം അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല സെപ്പറേറ്റ് അരച്ചെടുക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് കടലയാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കടല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ കടലയുടെ ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പച്ചരിയും അരച്ചെടുക്കാം. പച്ചരി അരച്ചെടുക്കാൻ നേരത്തെ കുറച്ച് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലയുടെ ബാറ്ററിലേക്ക് പച്ചരിയുടെ ബാറ്ററും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ദോശ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ദോശ തയ്യാറാക്കാവുന്നതാണ്. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കായം, 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കായം എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസമാണ് നമ്മൾ ദോശ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ദോശയിൽ കായം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ദോശ തയ്യാറാക്കാം. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് പരത്തിയ ശേഷം ഇപ്പോൾ ദോശയുടെ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മറിച്ചിട്ടെടുക്കുക. ഇപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തിയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ ദോശയാണ്. ഞാനിപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. 1/2 കപ്പ് ചെറുപയറിന് 1 കപ്പ് പച്ചരി എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഇത് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. ഞാനിപ്പോൾ 4 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ പച്ചരിയും 4 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കുക. ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട് പച്ചരി വെള്ളത്തിലിട്ടിട്ട്. ഇപ്പോൾ പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപയർ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചെറുപയറിൻ്റെ ഒപ്പം തന്നെയാണ് പച്ചരിയും കൂടി ഇട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ചെറുപയർ ഇട്ട ശേഷം ഞാൻ പച്ചരി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവൻ ബാറ്ററും ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശ അപ്പം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം, അതല്ല പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് പരത്തി കൊടുക്കുക.
ഇനി നമുക്കിത് മറിച്ചിട്ട് 2 വശവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പ്രോട്ടീൻ റിച്ച് ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.